പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസ്കർഗവും നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടുകൂടെ. സ്നേഹമുള്ളവരെ, ഇന്ന് ആരാധനാക്രമോത്സവത്തിലെ ആഗമനകാലത്തിലേക്ക്, പ്രഥമ കാലമായ ആഗമനകാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആഗമനകാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ ഇവിടെ മുമ്പിൽ കാണുന്ന അഡ്വൻ്റ് റീത്ത് എന്നുള്ളത്. 5 തിരികളാണ് ഈ അഡ്വൻ്റ് റീത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ 5 തിരികൾക്കും അതിൻ്റേതായ അർത്ഥതലങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഈ ആരാധന ക്രമോത്സവത്തിലെ പ്രത്യേകിച്ച് ആഗമനകാലത്തിൽ ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത ഒന്നായി ഇന്ന് ഇത് മാറിയിട്ടുണ്ടെങ്കിൽ അത് അതിന് നൽകുന്ന ഓരോ അർത്ഥങ്ങളാണ്. ഇന്ന് നമ്മൾ പ്രത്യാശയുടെ തിരിയാണ് നമ്മൾ ഇവിടെ കത്തിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം, 3 വയലറ്റ് തിരികളും ഒരു റോസ് തിരിയും ഒരു വെള്ളത്തിരിയുമാണ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുക. ഇത് വയ്ക്കുമ്പോൾ എവർഗ്രീൻ ശാഖകൾ കൊണ്ടുണ്ടാക്കിയ വൃത്താകൃതിയിലുള്ള രീതിയിൽ 5 തിരികളാണ്. അത് തുല്യ അകലത്തിലായി 4 തിരികളും നടുക്ക് നമ്മൾ വെള്ളത്തിരിയുമാണ് വയ്ക്കുക. ക്രിസ്മസിൻ്റെ അന്നാണ് ഈ വെള്ളത്തിരി നമ്മൾ തെളിയിക്കുക. ആദ്യത്തെ ഞായറാഴ്ചയായി ഇന്ന് പ്രത്യാശയുടെ തിരിയാണ് നമ്മൾ തെളിയിക്കാൻ പോകുന്നത്. ഈ തിരി തെളിയിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവിൻ്റെ 2ാമത്തെ വരവിന് വേണ്ടി പ്രത്യാശയോടെ നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കണമെന്നാണ് കർത്താവ് നമ്മോട് പറയുക. ആ ഒരു ബോധ്യം നമുക്ക് നൽകുന്നതിന് വേണ്ടി ഈ തിരി തെളിക്കുമ്പോൾ നമുക്ക് ആദ്യമായി തന്നെ ഈ റീത്തിനെ ആശീർവദിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് തിരി തെളിക്കുന്നതിനുള്ള പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് തിരി തെളിച്ച് നമ്മൾ ഈ പുതിയ കാലത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സർവ്വലോകത്തിൻ്റെയും നിയന്താവേ, എല്ലാവരിലേക്കും സ്നേഹത്തിൻ്റെ പ്രകാശം വീശാൻ ലോകത്തിൻ്റെ പ്രകാശമായി അങ്ങയുടെ പ്രിയപുത്രനെ അങ്ങ് അയച്ചു തന്നുവല്ലോ. ആ രക്ഷകന്റെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കാൻ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ഈ റീത്തിനെ കനിവോടെ ആശീർവദിക്കണമേ. അതിലെ നിരന്തരം വർദ്ധിച്ചു വരുന്ന പ്രകാശം, അടുത്തടുത്ത് വരുന്ന അവിടുത്തെ പ്രിയപുത്രൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവവേദ്യമാക്കട്ടെ. പുൽക്കൂട്ടിലെ ഉണ്ണിയായി കടന്നു വന്ന അവിടുത്തെ സ്വീകരിക്കുന്ന ഞങ്ങൾ യുഗാന്ത്യത്തിൽ മഹത്വത്തോടെ കടന്നു വരുമ്പോൾ അവിടുത്തെ സന്തോഷത്തോടെ എതിരേൽക്കാൻ വരം നൽകണമേ. അങ്ങയോടുകൂടി പരിശുദ്ധാത്മാവുമുള്ള ഐക്യത്തിൽ എന്നത് ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്ത ഞങ്ങളുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. 1ാമത്തെ തിരി തെളിക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനയാണ് ഉടനെ ചൊല്ലുന്നത്. രാജാതിരാജനും എല്ലാ മനുഷ്യരെയും സ്വർഗത്തിൻ്റെ പാതയിലൂടെ വഴി നടത്തുന്നവനുമായ യേശുനാഥ, അങ്ങയെ സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉദ്ദീപിക്കണമേ. അങ്ങയുടെ വരവിനാൽ ശുദ്ധീകരിക്കപ്പെട്ട് അങ്ങയുടെ കൃപകളാൽ നിറഞ്ഞ യോഗ്യതയോടെ അങ്ങയെയും അങ്ങേ ജനത്തെയും സേവിക്കാൻ ഞങ്ങൾക്ക് വരം നൽകണമേ. പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ദൈവമായി നിത്യം വാഴുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. സഹോദരി, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് മനസ്തപിച്ച് പൂർണ്ണമായ അനുതാപത്തോടെ നമ്മുടെ പാപങ്ങൾ നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ, നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ, നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ,
കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങേ അഭിഷിക്തന്റെ ആഗമന വേളയിൽ സൽപ്രവൃത്തികളോടെ അങ്ങേ വലതുഭാഗത്ത് ഓടിയണഞ്ഞ് സ്വർഗരാജ്യം അവകാശപ്പെടുത്തുന്നതിന് യോഗ്യരാകാൻ വേണ്ട ഇച്ഛാശക്തി അങ്ങേ വിശ്വാസികൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമുള്ള ഐക്യത്തിൽ എന്നത് ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്ത അങ്ങയുടെ പുത്രനും എൻ്റെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. ജെറമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഇസ്രായേൽ ഗോത്രത്തോടും യൂദാ ഗോത്രത്തോടും ഞാൻ ചെയ്ത വാഗ്ദാനം നിറവേറ്റുന്ന ദിവസം ഇതാ സമീപിച്ചിരിക്കുന്നു. കർത്താവ് അരുൾ ചെയ്യുന്നു, ആ നാളിൽ ആ സമയത്ത് ദാവീദിന്റെ ഭവനത്തിൽ നിന്നും നീതിമാനായ ഒരു മുള ഞാൻ കിളിർപ്പിക്കും. അവൻ ദേശത്ത് നീതിയും ന്യായവും നടത്തും. അപ്പോൾ യൂദ രക്ഷിക്കപ്പെടുകയും ജെറുസലേം ഭദ്രമായിരിക്കുകയും ചെയ്യും. നമ്മുടെ നീതി കർത്താവ് എന്ന് വിളിക്കപ്പെടും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവേ, എൻ്റെ ആത്മാവിനെ, കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. കർത്താവേ, എൻ്റെ ആത്മാവിനെ, കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. കർത്താവ് നല്ലവനും നീതിമാനുമാണ്. പാപികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുന്നു. എളിയവരെ അവിടുന്ന് നീതിമാർഗത്തിൽ നയിക്കുന്നു. വിനീതരെ തൻ്റെ വഴി പഠിപ്പിക്കുന്നു. കർത്താവേ, എൻ്റെ ആത്മാവിനെ, കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. അവിടുന്ന് തൻ്റെ ഉടമ്പടി അവരെ അറിയിക്കും. കർത്താവേ, എൻ്റെ ആത്മാവിനെ, കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം പോലെ നിങ്ങൾക്ക് തമ്മിലും മറ്റെല്ലാവരോടുമുള്ള സ്നേഹം വളർന്ന് സമൃദ്ധമാകാൻ കർത്താവ് ഇടവരുത്തട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ വിശുദ്ധരോടുകൂടെ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങൾ നിഷ്കളങ്കമായി നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ വിശുദ്ധിയിൽ ഉറപ്പിക്കുകയും ചെയ്യട്ടെ. സഹോദരരെ, അവസാനമായി ഞങ്ങൾ കർത്താവായ യേശുവിൽ നിങ്ങളോട് അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. ജീവിക്കേണ്ടതും ദൈവത്തെ പ്രീതിപ്പെടുത്തേണ്ടതും എങ്ങനെയെന്ന് നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പഠിച്ചു. അതനുസരിച്ച് ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്നത് പോലെ ഇനിയും മുന്നേറുവിൻ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഏതെല്ലാം അനുശാസനകളാണ് നൽകിയതെന്ന് നിങ്ങൾക്കറിയാം. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം.
അപ്പോൾ ഈശോ തന്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും. കടലിൻ്റെയും തിരമാലകളുടെയും ഇരമ്പൽ ജനപദങ്ങളിൽ സംഭ്രമം ഉളവാക്കും. സംഭവിക്കാൻ പോകുന്നവ ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് ഭൂവാസികൾ അസ്തപ്രജ്ഞരാകും. ആകാശശക്തികൾ ഇളകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശിരസ്സുയർത്തി നിൽക്കുവിൻ, എന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. എന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിപതിക്കും. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശ്വാസം പ്രഖ്യാപിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏകദൈവത്തിലും അവിടുത്തെ ഏകപുത്രനും എൻ്റെ കർത്താവുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം ദിവസം ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തനായ പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമീൻ. കാഴ്ച സമർപ്പണത്തിന് വേണ്ടി നാം ഒരുക്കുന്ന ഈ നിമിഷങ്ങളിൽ ഒരിക്കൽ കൂടി നമ്മുടെ ഓരോരുത്തരെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ആഗോള കത്തോലിക്ക സഭയെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും നമ്മുടെ രൂപതാധ്യക്ഷന്മാരായ സെബാസ്റ്റ്യൻ മെത്രാന് വേണ്ടിയും ജസ്റ്റിൻ മെത്രാന് വേണ്ടിയും മറ്റെല്ലാ മെത്രാന്മാർക്ക് വേണ്ടിയും വൈദികർക്ക് വേണ്ടിയും സന്യസ്തർക്ക് വേണ്ടി ആത്മായ പ്രേക്ഷിതർക്ക് വേണ്ടിയും നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മളോട് പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചിട്ടുള്ള ഓരോ വ്യക്തികളെയും ഈ നിമിഷം ഒരിക്കൽ കൂടി നമുക്ക് പ്രത്യേകം ഓർക്കാം. എന്നാൽ ഈ ദിവ്യബലിയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അവരുടെ പ്രത്യേകമായ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് ക്രിസ്മസിന് വേണ്ടി ഉള്ള അവരുടെ ഒരുക്കത്തെ കർത്താവേ അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല രീതിയിൽ ഒരുങ്ങി കർത്താവേ അങ്ങയുടെ ജനനം ആഘോഷിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ ഈശോയുടെ ശരീരവും രക്തവുമായി തീരാൻ പോകുന്ന ഈ അപ്പവും വീഞ്ഞിനോടും ഒപ്പം സമർപ്പിച്ചുകൊണ്ട് പുതിയൊരു വ്യക്തിയായി തീരുവാൻ വേണ്ട എല്ലാ കൃപകളും യാചിച്ച് നമുക്ക് കാഴ്ച സമർപ്പണ ഗീതത്തിലേക്ക് പ്രവേശിക്കാം. മെൽക്കീസേദെക്കിന്റെ ബലിപോ നാഥായപ്പവും ഈ വീഞ്ഞതും ഞാൻ കാഴ്ചയേകുന്നിത്. മെൽക്കീസേദെക്കിന്റെ ബലിപോ നാഥായപ്പവും ഈ വീഞ്ഞതും ഞാൻ കാഴ്ചയേകുന്നിതാ. തിരുമുൻപിൽ കാഴ്ചയാ കാണിക്കയാ എന്നെ മുഴുവനും സമർപ്പിച്ചിടുന്നു. മെൽക്കീസേദെക്കിന്റെ ബലിപോ നാഥായപ്പവും ഈ വീഞ്ഞതും ഞാൻ കാഴ്ചയേകുന്നിതാ.
സഹോദരൻ്റെ നിങ്ങളുടെയും വലിയ സർവശക്തൻ പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായും അങ്ങേ കരങ്ങളിൽ നിന്നും ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ വരദാനങ്ങളിൽ നിന്ന് ശേഖരിച്ച് ഞങ്ങൾ സമർപ്പിക്കുന്ന കാഴ്ച വസ്തുക്കൾ സ്വീകരിക്കുകയും ഞങ്ങളുടെ കാലാനുസൃതമായ വണക്കത്തിൻ്റെ ഫലമായി അങ്ങ് നൽകുന്നത് ഞങ്ങൾക്ക് നിത്യരക്ഷയുടെ സമ്മാനമായി ഭവിക്കുകയും ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പ്രഥമ ആഗമനത്തിൽ അവിടുന്ന് എളിയ ശരീരപ്രകൃതി സ്വീകരിച്ചുകൊണ്ട് പൂർവിക പദ്ധതിയുടെ സംവിധാനം പൂർത്തീകരിക്കുകയും ഞങ്ങൾക്ക് നിത്യരക്ഷയുടെ മാർഗം തുറന്നു തരികയും ചെയ്തു. അങ്ങനെ അവിടുത്തെ പ്രാഭവത്തിൻ്റെ മഹത്വത്തിൽ രണ്ടാമതും എഴുന്നള്ളുമ്പോൾ ഞങ്ങളിപ്പോൾ ജാഗരൂകരായി കാത്തിരിക്കാൻ മുതിരുന്ന വാഗ്ദാനം അവസാനം പ്രത്യക്ഷത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും പിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമായി ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവ്വവിശുദ്ധിയുടെ ഉടമമായ സത്യമായും പരിശുദ്ധനാകുന്നു. ആകെ അങ്ങേ ആത്മാവാൽ മഞ്ഞകടം പോലെ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമരസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു.
ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും വളരെയാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷന്മാരായ സെബാസ്റ്റ്യൻ മെത്രാനോടും ജസ്റ്റിൻ മെത്രാനോടും വൈദ്യഗണത്തോടും മറ്റ് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിന്നുകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാന്യത്തിൽ ബന്ധപ്പെടുന്ന സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും കഴിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവമാതാവായ പരിശുദ്ധകന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തലന്മാരോടും കാലാകാലങ്ങൾ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാം ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ ഉപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കരുവാന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായി യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യവും നൽകാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ
എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ആചരിച്ച ദിവ്യ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് ഫലദായകമാകണമേ. നശ്വരമായ വഴിയിലൂടെ ചരിക്കുന്ന ഞങ്ങളെ ഇപ്പോൾ തന്നെ ഈ രഹസ്യങ്ങളിലൂടെ സ്വർഗീയ കാര്യങ്ങളിൽ തൽപരരാകുന്നതിനും അനശ്വരമായവ മുറുകെ പിടിക്കുന്നതിനും പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.